യേശുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. ഉറങ്ങിക്കിടന്ന നമ്മളെ പേര് ചൊല്ലി വിളിച്ച് ഒരു പ്രഭാതത്തിനായി ദൈവത്തിൻ്റെ കൂടെ ഇരുത്തുന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് എന്താണ് പ്രാർത്ഥനയെന്ന് മനസ്സിലാക്കി തരുന്ന തിരുവചന ഭാഗമാണ് ഇത്. നീ രഹസ്യമായിട്ട് നിന്റെ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ ആയിരിക്കുമ്പോൾ, നീ രഹസ്യമായിട്ട് പിതാവായ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, പരസ്യമായി നിന്നെ അംഗീകരിക്കുന്ന, പരസ്യമായി നിനക്ക് അനുഗ്രഹങ്ങൾ തരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്. നമ്മൾ പല അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീ രഹസ്യമായിട്ടാണ് അവളുടെ മനസ്സിൽ ആഗ്രഹിച്ചത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഗുരുവും ആയ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ പൂർണ്ണ സൗഖ്യം ലഭിക്കും. രഹസ്യമായി അവൾ ചിന്തിച്ചത് പരസ്യമാക്കി നൽകുന്ന ദൈവം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ രഹസ്യമായി ഇപ്പോൾ വേദനിക്കുന്നുണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകാം, മക്കളെ പ്രതി കരയുന്നുണ്ടാകാം, നിങ്ങളുടെ രോഗാവസ്ഥയെക്കുറിച്ച് വിലപിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നാലും നിങ്ങൾ കർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ രഹസ്യമായി പറയുമ്പോൾ, സ്നേഹനിധിയായ പിതാവ്, സർവശക്തനായ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ പരസ്യമായി നിറവേറ്റിത്തരും. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടും. ദൈവത്തിന് നിങ്ങൾ ഒരു സാക്ഷിയായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹത്താൽ, കൃപയാലും കരുണയാലും നിങ്ങളുടെ ജീവിതം പരസ്യമായ ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തു ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാലും അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി വരും. പരസ്യമായിട്ട് യേശു നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.